ഹലോ. അപ്പം നമ്മൾ തീ ഐൻ വില്ലേജൊക്കെ കണ്ടു കഴിഞ്ഞു. ഓക്കെ, അപ്പം തീ ഐൻ വില്ലേജൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇവിടുത്തെ എന്താ ആൾക്കാർ പാസ്റ്റിൽ മുമ്പത്തെ ആൾക്കാർ എങ്ങനെ ഇവിടെ ജീവിച്ചിരുന്നേ അതിനെപ്പറ്റി അറിയാൻ ഒരാകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവില്ലേ? നിങ്ങൾക്കും ഇല്ലേ ഒരാകാംക്ഷ അവരെങ്ങനെയായിരിക്കും ഇവിടെ ജീവിച്ചിട്ടുണ്ടാവില്ലെന്ന്? അപ്പോൾ സൗദി എന്ന് പറയുമ്പം ഇവിടെ കുറേ ചരിത്രം ഉറങ്ങിക്കിടപ്പുണ്ട്. ഞാനിത് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുമ്പോൾ മനസ്സിലാവും അത് കുറേ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇവിടെ ഇങ്ങനെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന നാടാണെന്നുള്ളത്. അപ്പം നമ്മൾക്കാണെങ്കിൽ ഇവർ ഈ പാസ്റ്റ് എന്തായിരിക്കും, ഈ പാസ്റ്റ് ട്രഡീഷൻസ് എന്തായിരിക്കും എന്നുള്ള അറിയാൻ എപ്പോഴും ആകാംക്ഷയാണ്. അപ്പം അതറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല വഴി എന്താ? ഇവിടെ ഒരു മ്യൂസിയം വിസിറ്റ് ചെയ്യണം അല്ലേ? അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് നമുക്ക് ബനി കബീർ വില്ലേജിൽ ഒരു മ്യൂസിയം ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ബൽജുറാഷി എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് ഈ മ്യൂസിയം ഉള്ളത്. അയത് മ്യൂസിയം എന്നാണ് ഇതിൻ്റെ പേര്. AYED മ്യൂസിയം. ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും. അപ്പം നമുക്ക് അതിനകത്തേക്കൊന്ന് പോയി നോക്കാം അല്ലേ? അപ്പോൾ ഇവിടെ 25 റിയാൽസ് എൻട്രി ഫീ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്തായിരിക്കണം. നമുക്കൊന്ന് പോയി നോക്കാം. അപ്പം നമ്മളിങ്ങനെ ഗേറ്റ് കടന്ന് അകത്ത് വന്നാൽ ഫസ്റ്റ് കാണുന്നത് ഇതാ ഈ ഒരു സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പണ്ട് കാലത്ത് വെള്ളം കോരിയിട്ട് ഇതിൽ ഒഴിച്ചിട്ട് കൊണ്ടുവരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ അത്, പിന്നെ പണ്ട് കാലത്തെ എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ത്രാസ് ഉണ്ട് ഇവിടെ. ഇത് വീണ്ടും വെള്ളം കോരി കൊണ്ടുവരുന്ന ആ സാധനം. ഇത് അയൺ ബോക്സ് അല്ലേ? യെസ്, അത് അയൺ ബോക്സ്. പിന്നെ ഇതാ നമ്മളെ പണ്ടത്തെ റേഡിയോ, കുറേ ടൈപ്പ് വെച്ചിട്ടുണ്ട് ഇവിടെ. പാത്രങ്ങൾ, നമ്മളെ ചായ ഉണ്ടാക്കുന്ന കെറ്റിലുണ്ട്. പിന്നെ ഇതാ ഇവിടെ പൈസ വെച്ചിട്ട് 10 റിയാൽ അല്ലേ, 5 റിയാൽ, 10 റിയാൽ. ഇത് നമ്മളെ കെറസിൻ ലാമ്പ്. ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഒരു നല്ല രസമുണ്ടല്ലേ ആക്ച്വലി ഈ സ്ഥലം. ഈ ഫാൻ എന്തിങ്ങനെ, ഇത് ടേപ്പ് റെക്കോർഡർ ആയിട്ടുള്ള ഫാൻ അച്ചോ, കണ്ട ഇത് ഇതിൽ കാസറ്റ് ഇടായതാ. ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഫാനിൻ്റെ അകത്ത് കാസറ്റ് ഇട്ടിട്ട് നമുക്ക് പാട്ടെല്ലാം പ്ലേ ചെയ്യാൻ പറ്റിയത്. ഇത് നല്ല അടിപൊളി സാധനമാണല്ലോ. ഇവിടെ പണ്ട് കാലത്തെ സീറ്റിംഗ് ഏരിയ എല്ലായിട്ട്, ഐ മീൻ സോഫ ഒരു ഡിഫറെൻ്റ് ഉണ്ടല്ലേ, നമ്മളിപ്പോഴത്തെ പോലെ അല്ലാതെ. ഇത് നമ്മളെ TV, പൊട്ടി TV. പിന്നെ ഈ ബോക്സ് ഇതെൻ്റെ വീട്ടിലുണ്ടായിട്ടുണ്ട് കേട്ടോ, പഴയത് ഉമ്മാമാൻ്റെത്. ഇതിനകത്ത് ഡ്രസ്സ് വെക്കുന്ന ബോക്സ്, കെറസിൻ ലാംപ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സിറ്റിംഗ് ഏരിയൻ്റെ തൊട്ടടുത്തായിട്ടൊരു റൂം ആക്കിയിട്ടുണ്ട് അവർ. അപ്പം അതിൽ നോക്ക്, ഈ ഒരു തട്ട് കാണാൻ നല്ല രസമില്ലേ? ആ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു രീതി, ഒരു കളർഫുൾ. ഞാൻ പൊതുവേ കളർഫുൾ ആളാണ്, അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായി കാണാൻ വേണ്ടിയിട്ട്. അതിൽ കുറേ കെറ്റിൽ വെച്ചിട്ടുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെറ്റിലും. ഇത് നമ്മൾ ഇതല്ലേ ഊത് കത്തിക്കുന്ന, ബുഖൂർ കത്തിക്കുന്ന സാധനം. ഇതെല്ലാം നോക്ക്, കുറേ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു റൂം പോലെ കണ്ടു. എനിക്ക് തോന്നുന്നു ഇത് മജ്ലിസാന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് ഈത്തപ്പഴം. ഇതിവിടെ ട്രഡീഷണൽ ഡ്രസ് ആയിരിക്കും അല്ലേ? ട്രഡീഷണൽ ഡ്രസ്സ്. പിന്നെ ഒരു ഹാൻഡ് ബാഗ് തൂക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇതാ നമ്മൾ മന്തി വയ്ക്കുന്ന വലിയ പാത്രം, പ്ലേറ്റ്, മന്തി തിന്നത്. അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ നമ്മളെ കുത്തുന്നതല്ലേ ഇഞ്ചി, ഇതെല്ലാം വലിയതല്ലേ. ആ സൈഡിൽ മജ്ലിസാന്ന് തോന്നുന്നല്ലേ. ഇത് ഇവിടെ മജ്ലിസും പിന്നെ ബുഖൂർ കത്തിച്ച് വെക്കുന്നതും പിന്നെ കാവ കുടിക്കുന്ന നമ്മളെ ജഗ്ഗും എല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതല്ലേ, ഇതിവിടെ കുറേ പാത്രങ്ങളുണ്ട്. ഈ പാത്രം നല്ലില്ലേ, നമ്മളെ വീട്ടിലെല്ലാം ഉണ്ടാകുന്ന. ഇതാ
ഇത് നോക്ക്, ഈ കപ്പ് സോ നൈസ് റൈറ്റ്, നല്ല രസമുണ്ട്. ഇതിലെടുക്കാൻ പറ്റുമോ? ഇത് ഈ ഒരു ടൈപ്പാണ് അവിടെ നമ്മൾ കണ്ട തട്ട് അല്ലേ? നല്ല രസമുണ്ട്. അതെന്നാ ഒരു കളർഫുൾ ഇതായിട്ടുള്ളത്. ഇത് ഇവിടെയും ഉണ്ട്. ഇതെന്ത് മോഡല്? തീയൻ വില്ലേജ് ഒന്നുമല്ല. ലച്ചു തീയൻ വില്ലേജ് അല്ല, പക്ഷെ നല്ല രസമുണ്ടല്ലേ അത് ആക്കി വെച്ചത് കാണാൻ. ഇവര് നോക്ക്, നമ്മളിപ്പം വാള് പെയിന്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ തട്ട് ഫിക്സ് ചെയ്തിട്ടാണ് സാധനങ്ങൾ വെക്കല്. ഇത് പണ്ട് കാലത്ത് നമ്മൾ ഓൾറെഡി ഒരു ഒട്ടയാക്കിയിട്ട് അതിനകത്താണ് ഷോ പീസ് വെച്ചോണ്ടിരുന്നത്. ഇതിനകത്തും ആ കളർഫുൾ കബേർഡ് ഉണ്ട്. ഇത് നല്ല ഉണ്ടല്ലേ. ഇത് പണ്ടത്തെ ഒരു വീടിൻ്റെ സ്റ്റൈലാണെന്നാണ് തോന്നുന്നത്. നമ്മളിപ്പം വന്ന് അവിടെ ഒരു മജ്ലിസൊക്കെ കണ്ട് പിന്നെ ഈ ഒരു സൈഡിലോട്ട് വന്നില്ലേ, ഇതാ ഇവിടെ ഒരു ബെഡ്റൂം പോലെ ഉണ്ട്, കാണുന്നുണ്ടല്ലേ? ഈ ഡോർ നല്ല രസമുണ്ടല്ലേ. ബെഡ്റൂം പോലെയല്ല, ബെഡ്റൂം തന്നെ പണ്ട് കാലത്തെ സ്റ്റൈലുണ്ടാക്കിയ വീട്. ഐ മീൻ സ്റ്റൈൽ ഉണ്ടാക്കിയ വീടല്ല, പണ്ട് കാലത്തുള്ള വീട്. അപ്പോൾ ഇവിടെ ട്രഡീഷണൽ ഡ്രസ്സെല്ലാം വെച്ചിട്ടുണ്ടാവരുത്, കാണുന്നുണ്ടല്ലോ. ഇത് നല്ല രസമുണ്ടല്ലോ അച്ചു. ഇത് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഈ ബ്ലൂ കാണാൻ നല്ല ഉണ്ടല്ലേ. അപ്പൊ അതൊക്കെയാണ് ഇവിടെ തൂക്കിയിട്ടുള്ളത്. ഇനിയിപ്പോ പുറത്തോട്ട് പോയി നോക്കാല്ലേ. ഓ, അപ്പൊ ഇവിടെ കിണറുണ്ടോ? എന്താ ഒരു ചെറിയ കിണറും പിന്നെ ആ പണ്ട് കാലത്തെ എന്തോ ബക്കറ്റ് വെള്ളം കോരുന്ന നല്ലൊരു സ്ഥലമല്ലേ. എന്തായാലും ഇവിടെ തണുപ്പുള്ളത് കൊണ്ടൊരു നല്ല രസമുണ്ട് ഈ ഒരു വൈബ്. ഇതിവിടുത്തെ ഗാർഡൻ ഏരിയ ആണെന്ന് തോന്നുന്നല്ലേ. നല്ലുണ്ട് എന്തായാലും കാണാൻ. ഒരു ഈവനിങ് മഴയുള്ള ദിവസം നല്ല കോഫിയെല്ലാം കുടിച്ച് ഇവിടെ ഇങ്ങനെ വന്നിരിക്കാം ഈ കല്ലിൻ്റെ മേലെല്ലാം. ഇത് നമ്മളെ ഗ്വാവ അല്ലേ, പേരക്ക. അപ്പോൾ കൃഷിയുണ്ടല്ലോ. ഇത് പാഷൻ ഫ്രൂട്ട്, പാഷൻ ഫ്രൂട്ട് കാണുന്നുണ്ടോ? എന്തായാലും നല്ല ഉണ്ടല്ലോ ഈ സ്ഥലം. ഇവിടത്തേക്ക് എന്തായാലും അൽബഹാൽ ഉണ്ടെങ്കിൽ ഇവിടെ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണം, വർത്ത് വിസിറ്റിങ്. അപ്പം ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ ഒരു ലേഡിയാണ് കേട്ടോ, ഷെരീഫ അൽ ഗംദി എന്നാണ് അവരുടെ പേര്. അവരൊരു മാത്തമാറ്റിക്സ് ടീച്ചറായിരുന്നു. ജദ്ദയിലായിരുന്നു അവർ പണിയെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പണിയെടുക്കുന്നുണ്ടായത്. അപ്പോൾ സൗദിയിൽ റീസെൻ്റായിട്ട് വന്ന വുമൻ എംപവർമെൻറ്റിൻ്റെ ഭാഗമായിട്ട്, ഐ മീൻ വുമൻ എംപവർമെൻറ്റ് വന്ന സമയത്ത് അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം തോന്നി. അങ്ങനെ അവരെ നാടാണ് അൽബഹ. അപ്പം അൽബഹയിലേക്ക് അവർ തിരിച്ച് വന്ന് അവരെ ഈ വീടിനെ അവർ പഴയ സാധനങ്ങളൊക്കെ വെച്ച് മ്യൂസിയമായിട്ട് കൺവേർട്ട് ചെയ്ത് പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റും ഉണ്ട്, ഒരു ബുട്ടീക്ക് ഹോട്ടലും ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ കാണുന്ന ഓരോ സാധനങ്ങളും അവർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫുൾ സൗദി ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവർ ഫുൾ സൗദി ട്രാവൽ ചെയ്തിട്ട് എല്ലായിടത്തുനിന്നും കളക്ട് ചെയ്ത സാധനങ്ങളാണ് ഇവിടെ നമുക്ക് മ്യൂസിയമായിട്ട് നമുക്കിപ്പം ഇവിടെ കുറേ സാധനങ്ങൾ കാണാൻ പറ്റുന്നത്. അതാണ്. പിന്നെ ഈ സ്ഥലം ആക്ച്വലി നമുക്ക് റെൻറ്റിന് വേണമെങ്കിൽ, ലൈക്ക് നമുക്ക് മാത്രമായിട്ട് റെൻറ്റിന് വേണമെങ്കിൽ കിട്ടും. ഇപ്പം നമുക്കൊരു ഫാമിലി ഗ്യാതറിങ് അല്ലെങ്കിൽ ഒരു ലേഡീസ് ഗെറ്റ് ടുഗെദർ അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഈ പ്ലേസ് അവൈലബിൾ ആണ്. അപ്പം ഇതിനകത്ത് ഇവർ കൃഷിയും ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ കണ്ടില്ലേ പേരക്കവും പിന്നെ പാഷൻ ഫ്രൂട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോംഗ്രാനൈറ്റ് മരവും കണ്ടു. ഇപ്പോൾ ഇതാ പച്ചമുളകുണ്ട് ഇവിടെ. പച്ചമുളക് ഇത് ക്യാപ്സിക്കം പോലെ അല്ലേ? അടിപൊളി അല്ലേ? അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഓണർ എന്ന് പറഞ്ഞത് മാത്സ് ടീച്ചർ. ഞാൻ അവരെ ഇപ്പം മീറ്റ് ചെയ്തു. നല്ലൊരു ലേഡി. ഓക്കെ. അപ്പം അവർ നമുക്ക് ഫുഡ് തന്നതാണ്. പാൻ കേക്ക് വിത്ത് ഹണി. ഫ്രീ ആണ് കേട്ടോ ഫുഡ്. നമ്മളിപ്പോൾ ഇത് കഴിച്ച് പിന്നെ ചായ അവർ ഇപ്പോൾ കൊണ്ടുവരും. ചായയൊക്കെ കുടിച്ച് ഇവിടെ ഈ വൈബ് ഇങ്ങനെ എൻജോയ് ചെയ്യട്ടെ. അപ്പം ഞാനിപ്പോൾ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഐ മീൻ ഞാൻ ട്രൈ ചെയ്യുന്നതല്ല, ഇവരെനിക്ക് ട്രൈ ഇട്ട് തരുന്നതാണ് കേട്ടോ. ഞാൻ അരപ്പട്ടയും പിന്നെ ഇപ്പോൾ വളയും മോതിരവും എല്ലാം ഇട്ടിട്ടുണ്ട്.
കേരള. Kerala. هات قراتي اسم نوغل ما no problem. Nobody, no one know. Yeah, nice. MashaAllah. Yeah. المفروض هذه من فوق يا روني. تعالي ساعديني أنا بروح. روني. അടിപൊളി. هذا وش اسمه عروسة لما تسوي. ايوه بعيد انا عنها. كمان كلميها. هذا ويدنج വെഡിങ് ഓക്കെ ലൈക്ക് ദിസ്. عروسة لازم كذا. صدقني. ഓക്കെ. അപ്പം ഇത് ഇവിടുത്തെ കല്യാണ ഡ്രസ്സാണ്. വെഡിങ് ഡ്രസ്സ് ഇങ്ങനെ ഇരിക്കല്. لا 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 أعطيني. അപ്പം ഇത് ആക്ച്വലി അവർ പറഞ്ഞു 100 വർഷം പഴക്കമുള്ള ഡ്രസ്സാണെന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെ ഓണർ ഞാൻ പറഞ്ഞില്ലേ, അവർ വന്ന് അവർ എന്നോട് ഇത് ഇടുന്നതെന്ന് ചോദിച്ചിട്ട് അവരെന്നെ എനിക്ക് ഇട്ടുന്നതാണ്. ഇത് ഇവിടുത്തെ ബ്രൈഡൽ ഇങ്ങനെയാണ് ഒരുങ്ങലെന്ന് പറഞ്ഞ് മാലയും വളയും മോതിരം ഇതൊക്കെ ഇട്ടിട്ട്. അപ്പം അവർ ബ്രൈഡിനെ പോലെ ഒരുക്കിയതാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. Very very nice. Beautiful. അപ്പം ഇപ്പം വേറൊരു ഡോറ് കണ്ടിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കയറിയതാണ്. അപ്പോൾ ഇവിടെ ഒരു ഹാള്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. നല്ല കട്ടിലും കെട്ടിയും ഇവിടെ തന്നെ ഉറങ്ങിയെങ്കിലാ. ഇതിനകത്തൊരു ബാത്റൂം, ഇവിടെ മിറർ. നല്ല ഉണ്ടല്ലേ, രസമുണ്ടല്ലേ. ഇവിടെ സ്റ്റേ ഉണ്ടോ ഇനി? അതിനായിരിക്കോ ഈ സ്ഥലം തോന്നുന്നു. ആ അറിയില്ല, ചിലപ്പോൾ അവരിനി വെച്ചതായിരിക്കും അല്ലേ. ഇതല്ലേ നമ്മളെ തീ കത്തിക്കുന്ന സ്ഥലമല്ലേ തണുപ്പിന് അല്ലേ? ആ അങ്ങനത്തെ ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു സെറ്റപ്പ്. ലൈക്ക് ഹാള് കയറി ഇവിടെ ഫയറിൻ്റെ ഇത്, ഒരു ബെഡ്റൂം, ഒരു ബാത്റൂം. അടിപൊളി, നല്ല ഉണ്ട് എന്തായാലും. ഇപ്പം ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങാം അല്ലേ അച്ചു? ഓക്കെ. അപ്പം നമ്മൾ ഇവിടുന്ന് ഇപ്പം ഇറങ്ങണം. ഇപ്പം 2 മണിയായി. അപ്പം ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കി നമുക്കിങ്ങനെ ചോദിച്ച് പോവാം അല്ലേ? ഓക്കെ. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം അതിന് മുമ്പ് ഒരു കാര്യം, ഓക്കെ, അൽബഹാല് ആരെങ്കിലും ട്രിപ്പ് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അൽബഹാലിൽ ആരെങ്കിലും ഇത് കാണുന്നെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ എന്തായാലും വരണം. ഈ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവാതിരിക്കല. വെറുതെ എങ്കിലും ഇവിടെ വന്ന് ഇരിക്കാനൊരു സുഖമുണ്ട്. ലൈക്ക് ഒരിങ്ങനെ മനസ്സിങ്ങനെ കാമും ശാന്തവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു അടിപൊളി ഫീലിംഗ് ഇല്ലേ, അതിവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ.